അല്ല ഇതാര്? ശാന്താമാലിനിയോ? വരുന്നോ? ഓ, രാജന്റെ കാറിൽ മാത്രമേ കയറുന്നുള്ളായിരിക്കും. ആ, നടക്കട്ടെ. ഹായ്. ഹലോ. സമയമായി, പിന്നെ കാണാം. അപ്പൊ ഞാൻ വീട്ടിലേക്ക് വരാം. നീ സർജനെ കണ്ടോ? ഇല്ല. എന്താ? ആ എക്സാമിന്റെ കാര്യം ചോദിക്കണ. ആ, റൂമിൽ കാണുമായിരിക്കും. എന്താ ശാന്തി? ഇന്ന് രാവിലെ ഡോക്ടർ രവീന്ദ്രൻ എന്നെ അനാവശ്യം പറഞ്ഞു. സാറൊന്ന് വിളിച്ച് സംസാരിക്കണം. തീരെ കൾച്ചർ ഇല്ലാതെയാ പെരുമാറുന്നത്. ശാന്ത പോയിക്കോളൂ. രവി. എന്താ രാജ? ആ ശാന്ത എപ്പോ നോക്കിയാലും നിന്നെ പറ്റി കംപ്ലൈന്റ് ആണല്ലോ. ശാന്തയോ? ഏത് ശാന്ത? ഓ, ശാന്ത അറിയില്ലല്ലേ? നിന്റെ ശാന്ത. അവള് പഴയാടാ. ആയിക്കോട്ടെ, പക്ഷെ അവളെന്റെ സ്റ്റാഫ് നഴ്സ് അല്ലേ? നിനക്ക് വേറെ ആരെങ്കിലും നോക്കിക്കൂടെ? കാശ് കൊടുത്ത കംപ്ലൈന്റ് എല്ലാം തീരും. എന്നാ പിന്നെ അത് ചെയ്യ്. നീ നോക്കിക്കോ, അടുത്ത ആഴ്ച ഞാൻ അവളെ പോക്കും. ആ, എന്ത് വേണം ചെയ്യ്. പക്ഷെ ഇനി അവളെ കൊണ്ട് എന്നോട് കംപ്ലൈന്റ് പറയിപ്പിക്കരുത്. ഓ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ സാറിന്റെ മുറിയിലേക്ക് വരികയായിരുന്നു. എക്സാം 18-ാം തീയതിയാണ്. എത്ര കാൻഡിഡേറ്റ്സ് ഉണ്ടാവും? നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് 8 പേരുണ്ട്. സ്റ്റേറ്റിൽ നിന്ന് 10-30 പേരെങ്കിലും കാണും. എന്താ ആൻസൈറ്റി കൂടിയോ? ധൈര്യമായി എഴുതിക്കോ. കൊല്ലം കുറെ ആയില്ലേ രാജൻ ഇതും പ്രതീക്ഷിച്ചിരിക്കുന്നു. വരട്ടെ. എന്താ ഇവിടെ നിൽക്കുന്നേ? എന്റെ നാത്തൂനൊരകത്തേക്ക് പോയിരിക്കുക. അവളുടെ ചേട്ടൻ അടുത്ത 18-ാം തീയതി എക്സാം എഴുതാൻ പോകുന്നുണ്ട്. അതിനുവേണ്ടിയാണ് തോന്നുന്നു രാജേട്ടൻ നക്ഷത്രം എടുത്തോണ്ട് പോയിരിക്കുക. അത് ശരി. അവര് പിന്നെ ആങ്ങളും പെങ്ങളും അങ്ങനെയാണല്ലോ. കഴിഞ്ഞോ? ആ, എന്താ താമസേട്ടാ? ചുമ്മാ ഇതിലേ വന്നതാ. സുഖമാണോ? അതെ അതെ. വാ പോവാം. വരട്ടെ. ശരി. കണ്ടിട്ട് കുറച്ചാണല്ലോ. ഞാൻ കാഠ്മണ്ഡുവിലായിരുന്നു. ഭയങ്കര തണുപ്പ്. ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. ഇതുവരെ സുഖായി. ഇത് കണ്ട എന്റെ അമ്മ. ആളവിട്. ഹായ്. ഇതെന്താ ഇടിവണ്ടിയോ? ഇതാര്, രഞ്ജനോ? അതെ. എന്താ വലിയ പൊതയൊക്കെ? ഞാൻ കാഠ്മണ്ഡുവിലായിരുന്നു. അവിടെ ഭയങ്കര തണുപ്പാ. ശേഷം കോൾഡും ഉണ്ട്. ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. കാലൊക്കെ ശരിയായോ? ഓക്കെ. ഒരു പ്രശ്നം കണ്ടോ? ഓക്കെ. കാഠ്മണ്ഡു എന്തായിരുന്നു? ഞാനവിടെ ക്രിക്കറ്റ് കളിച്ചായിരുന്നു. ഓ, രഞ്ജൻ ക്രിക്കറ്റ് പ്ലെയർ ആണോ? അതെ, ഞാൻ സ്റ്റേറ്റ് പ്ലെയർ അല്ലേ. സ്റ്റേറ്റ്. അത് അറിഞ്ഞില്ല. ഹലോ. ഒന്ന് മാറിക്കൊടുക്കൂ. എന്തോ? മാറിക്കൊടുക്കൂ. ആരും കണ്ടില്ലല്ലേ? മുണ്ടോ നിർത്തി. അപ്പൊ ഞാൻ വരട്ടെ സാറേ. എനിക്ക് ബ്ലഡ് മോഷണൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. സാറ് ഒരു കാര്യം ഒന്ന് അയച്ചു തരാം. എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരു നാണക്കടലെന്ന് വിചാരിച്ചിട്ടാ. സാരമില്ല, ഇതിപ്പോ ഒരു ഫാഷൻ അല്ലേ? ആണോ? ഇവിടെ എന്തോ? അല്ല, ബ്ലഡ് മോഷൻ ടെസ്റ്റ് ചെയ്യുന്നൊക്കെ അവിടെ ആണോ? നേരെ. ഡോക്ടർ ഉണ്ടോ? ഉണ്ട്, വരൂ. തിയേറ്ററോ? ഇരിക്കൂ. ഇന്നലെ എത്ര പേഷ്യൻസ് വന്നു? 10-30 പേര് വന്നു. ഇന്നലെ 10-15 പേരെ അയച്ചിരുന്നു. അപ്പോ ഞാൻ വരട്ടെ. ഓക്കെ.
വരട്ടെ. ചേച്ചി ആ ഞാൻ പോട്ടെ. ആ ഗോപിയോ? നീ എപ്പോ എന്താ? കുറച്ചു നേരമായി. നിന്റെ ഏമാനുണ്ടോ അവിടെ? സാറ് എഴുന്നേറ്റിട്ടുണ്ട്. നീ എന്താടാ അവിടെ നിൽക്കുന്നേ? നിനക്ക് ഇവിടെ ഒന്നൂടെ? ഞാൻ പോട്ടെ. നിനക്ക് അവനെ ഇങ്ങോട്ട് വിളിച്ചൂടെ? കൂടുതൽ ശമ്പളം ഞാൻ കൊടുക്കുമല്ലോ. ഇപ്പൊ അവിടെ നിൽക്കട്ടെ, എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാലോ. ഒരു കാര്യം ചെയ്യും, ശാന്ത പോയി സർജനോട് കംപ്ലൈന്റ് ചെയ്യും. ഞാൻ അവന് ഒരു പ്രാവശ്യം വാൺ ചെയ്ത് വിട്ടതാണ്, അവൻ ശരിയാവില്ല. ശരി, ദിസ് ഈസ് ദ ലാസ്റ്റ് വാണിംഗ്. ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാൽ യു ക്യാൻ ഗോ. ഓ, ഇപ്പം നിനക്ക് തൃപ്തിയായിരിക്കും. പക്ഷെ ഞാൻ ആരാണെന്ന് നീ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. നിന്നോടല്ലേ ഒരിക്കൽ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞത്? നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലടാ. നീ കേൾക്കണ്ട. പിന്നൊരു കാര്യം, നിന്റെ ഈ വിരട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. തോളേന്ന് കൈയെടുക്കുക. നിനക്ക് അവളെ വെച്ചോണ്ടിരിക്കല്ലേ? എന്താ രവി, എന്താ കാര്യം? സംഭവം എന്താ? പറയൂ. എടാ, ഇതൊരു ഹോസ്പിറ്റലാണെന്ന് നിനക്കറിയാമോ? പൊതുജന സേവനത്തിന് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന പരിശുദ്ധമായ സ്ഥലം. നിന്നെപ്പോലുള്ള നാറികളാണല്ലോ ഇത് അശുദ്ധമാക്കുന്നത്. എന്നിട്ട് വിസ്തരിക്കാൻ വന്നിരിക്കുന്നു. എന്താ രാജ? സർജനോട് കംപ്ലൈന്റ് ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല. എനിക്ക് നിന്നോട് നേരിട്ട് ചോദിക്കാൻ അറിയാമായിരുന്നു. പക്ഷെ ഞാനതിന് ഒരുങ്ങിയാൽ നിന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. മൈൻഡ് ഇറ്റ്. മുക്കാതെ വേഗം നടക്കണോ? ഇവിടെ നിർത്ത്, ഇവിടെ നിർത്ത്, ഇവിടെ നിർത്ത്. ആരെയും കാണുന്നില്ലല്ലോ. നോബഡി സീ. സൂക്ഷിച്ചിറക്കണം. ടെൻഷനോ? പിന്നെ ആക്സിഡന്റ് വല്ലതും പറ്റിയോ? കാല് കണ്ടോ? കൈ എല്ലാം ഓക്കെ, ഓൾ റൈറ്റ്. വളരെ സൂക്ഷിച്ചിറക്ക്. ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാ. ഇതൊന്നും വൃത്തിയേടാക്കരുത് കേട്ടോ. സൂക്ഷിച്ച് വളരെ സൂക്ഷിച്ചിറക്കടോ. ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. 1 മാസം കഴിഞ്ഞ് കൊണ്ടുവരാനാ ഡോക്ടർ പറഞ്ഞത്. ഇന്ന് രാവിലത്തെ കൂടി ആയപ്പോ കൃത്യം 1 മാസമായി. ഇതാ പിടിച്ചു. എന്തേത്? ഇതെന്ത് വർത്തമാനാ? മലം ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നതാ. ഡോക്ടർ പറഞ്ഞിട്ടാ. എന്ത് മോഷൻ? ഇതെന്താ ചിരിക്കണത്? ഇതൊന്ന് ഒപ്പിച്ചെടുക്കാൻ പറ്റാ പാട്. കൊണ്ടുപോയിക്കോ. പണ്ട് സൂക്ഷിച്ച് അവിടെ കൊണ്ടുപോയി പൊട്ടിച്ച് കളയാണ്ടല്ലോ, ഇടിച്ച് ഞാൻ. കൊണ്ടുപോടാ. 1 മാസത്തെ കളക്ഷനാ. പൊട്ടിക്കല്ലേ. ഇത് മുഴുവൻ ടെസ്റ്റ് ചെയ്യുമ്പോ 1 മാസാവൂ? 1.5 മാസം പിടിക്കുമല്ലേ? വക്കീലൊന്ന് മാറിക്കേ, ബാക്കി ഞാൻ ചെയ്തോളാം കേട്ടോ. ഞണ്ട് വറുത്തു കൊടുത്ത് ചേട്ടന്റെ കയ്യിൽ നിന്ന് ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നേടിയിട്ടുള്ളതെന്നറിയോ? എനിക്കറിയാം, പറഞ്ഞിട്ടുണ്ട്. ചേച്ചി, ഈ MCH എക്സാമിന് സെലക്ഷൻ കിട്ടി ചേട്ടൻ സ്റ്റേറ്റ്സിലേക്ക് പോയാല് 2 കൊല്ലമല്ലേ? ഇടയ്ക്ക് വരാൻ പറ്റില്ലേ? 1 പ്രാവശ്യം വരാൻ തോന്നുന്നു. 1 പ്രാവശ്യം? എന്നാ പിന്നെ പോണ്ടെന്ന് പറയായിരുന്നു. എങ്ങനെ ഇത്രയും നാൾ കാണാതിരിക്കുക? എന്റെ വക്കീലെ, ഇതൊന്നും കിട്ടില്ലെന്നേ. അങ്ങനെ കിട്ടാതെയൊന്നും ഇരിക്കില്ല. പിന്നെ ഈ ഞണ്ട് വറുത്ത് കൊടുത്താലും സെലക്ഷൻ കിട്ടില്ലെന്നേ. നിനക്ക് തന്നെ അവളെ കടിച്ചുതരാം. അവന്റെ ഒരു റൊമാൻസ്. മോള് ഊണ് കഴിച്ചോ? നീയാ? ഏയ്, ഒന്നും ആയില്ലേ? പപ്പടം കഴിച്ച തീർന്നു. ഞണ്ടാ? രാജി വഴിന്ന് വാങ്ങിച്ച മീൻകാരത്തിൽ എന്തൊരു ചീത്ത കേട്ടെന്നോ. അല്ല, അതെ, അവക്ക് മീൻചത്തെ പരിചയമില്ലാത്തോണ്ട്. ഒരു വർത്താനം പറഞ്ഞുണ്ടല്ലോ. പിന്നെ ഈ ചോറ് വിളമ്പാനുള്ള വകുപ്പ് വല്ലതും ഉണ്ടോ? ECക്ക് 32 വകുപ്പ് അനുസരിച്ച് 10 മിനിറ്റ് കൂടി കഴിയും. അപ്പുറത്ത് കള്ളനും പോയി.
നീ പോയി ആ മേശൻ വൃത്തിയാക്ക. കൊതിച്ച് പോകുന്നുണ്ടോ അവിടുന്ന്? അയ്യേ ചേട്ടാ, രാജയുടെ ബർത്ത്ഡേക്ക് സാരി എടുത്തില്ലല്ലോ. നാളെ തന്നെ നാളെ തന്നെ എടുക്കണം. മറ്റന്നാ ഞായറാഴ്ച. ആഗസ്റ്റ് 12 ബർത്ത്ഡേ ആണെങ്കിൽ 11 എടുക്കുന്നത്. ഇപ്രാവശ്യം 11 ഞായറാഴ്ച. മറക്കണ്ട. മറക്കല. നീ ചോറ് കൊണ്ടുവന്നുണ്ടോ? ആ ഞണ്ടിരുന്ന് ചീത്തയായി പോടി. ശോഭ, ആ പ്ലേറ്റിൽ എടുത്ത് വെക്കേ. ശരി, ചേട്ടൻ അങ്ങോട്ട് വാ. എന്താ സുഖ? ഇവക്ക് 2 സാരി വേണം. വേണ്ട എടുത്തോളൂ. മമ്മി, എനിക്ക് വരണെന്താ? എനിക്ക് വരണെന്താ? ആരും ബഹളം വെക്കണ്ട, ഞാൻ എടുത്തുതരാം. മോളെ, കണ്ണട താഴെ തുടക്കരുതേ. ഇത് നീ തിന്നു. ചേട്ടാ, ഇത് ചേച്ചിക്ക്. ഇത് അനുമോന്, ഇത് മിനിമോക്ക്. ഇത് രാജിമോൾ. കൊള്ളാം. നീ ഒന്നും വേണ്ടല്ലോ. ആ ബലി എന്റെ കൈ പോയേ. അയ്യോ, എന്റെ കൊലയെല്ലാം പോയേ. ഞാനിപ്പോ ചാകുവേ. ചേട്ടാ, വിഷമിക്കായിരിക്കും. ഞങ്ങളില്ലേട്ടാ. ഇത് കണ്ടോ? ഇവരെന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുന്നു. അയ്യോ, എന്നെ കൊണ്ടുപോ. ഞാനിപ്പോ ചാകുവേ. നോക്കി കവറെ കൊണ്ടുപോടാ. ഞാൻ ഘട്ടം പോയില്ല. തട്ടി ഞാൻ ചാത്തട്ട് വേണം അവൻ എന്റെ ഭാഗം വെച്ചേക്കാൻ. ചാകുവാ ചാകുവാ തേരെ വാദ ഒന്ന് പോടാറുന്നു. നിന്റെ അമ്മയുടെ നായര് പോടെ വണ്ടി വണ്ടി. ഇപ്പൊ ഓപ്പറേഷൻ ഇപ്പൊ കീറണം. ഇപ്പൊ കണ്ടി. അയ്യോ സിസ്റ്ററെ, അയ്യോ ഓപ്പറേഷൻ വേണ്ടി വരും. അല്ല സിസ്റ്ററെ, എനിക്കിവിടെ ബി ഗ്രൂപ്പ് ബ്ലഡ് കിട്ടുമോ? ഈ ഗ്രൂപ്പ് ഇല്ല. അപ്പൊ സി ഗ്രൂപ്പ് മതി. സ്റ്റോക്ക് ഇല്ല. അയ്യോ അയ്യോ, ഞാൻ ചത്തേ. ഒച്ച വയ്ക്കാതെ ഇല്ല. നോക്കട്ടെ. അയ്യോ മോഹൻദാസ്, അയ്യോ ബി ഗ്രൂപ്പ് ബ്ലഡ് വേണം. അയ്യോ എന്റെ പൊന്ന് സിസ്റ്ററെ, ഇവൻ പറഞ്ഞു തരുമ്പോഴേക്കും എന്റെ പ്രാണം പോകും. അടിവിടാ. അയ്യോ അയ്യോ ഡാക്ടർ അവിടെ. ഡാക്ടർ ചോദേ. അയ്യോ ഞാൻ അയ്യോ ഡാക്ടർ വരാൻ. അയ്യോ എനിക്കൊന്നും വയ്യാട്ടോ. അയ്യോ അമ്മോ, അയ്യോ എനിക്ക് എന്റെ അമ്മോ, എനിക്ക് ഗതി വന്നല്ലോ. അയ്യോ എന്റെ ചോരയെല്ലാം പോയേ. അയ്യോ കൈക്കെന്ത് പറ്റി? അയ്യോ എന്റെ ചോരയെല്ലാം പോയേ. അവനൊക്കെ നോക്കട്ടെ. വണ്ടി വിടല, വണ്ടി വിടല, വണ്ടി വിടല. എവിടെ? ഏത് ഈ കൈ? എവിടെ? ഈ കയ്യിൽ ഏത് കയ്യാ? ഈ കയ്യാ? എവിടെയാണ്? ബ്ലേഡ് കൊണ്ട് കൈ മുറിഞ്ഞതാ. ഈ കയ്യാ? ഇത് ഒന്നിറങ്ങി ഒന്നിറങ്ങ. ചെക്കപ്പ് ഇറങ്ങ. കൊണ്ടോ നടന്നു പോയാ മതി. നടന്നു പോയാ മതിന്ന്. പണിക്കർ കുറക്കം വരുന്നുണ്ടോ? ഏയ്, ഞാനിറങ്ങുമ്പോ മണി 11:30 ആകും. മരുന്ന്
അച്ഛൻ ഉറങ്ങാറായില്ലേ? സമയം ഏതായാലും ഇത്രയായില്ലേ, ഇനി രാജൻ വന്നോട്ടെ. രാജിമോൾ എന്തിയേ? അവളകത്തുണ്ട്. ആ ഉണ്ണി, വാതിൽ തുറക്ക്. രാജനാ. യു ആർ ഇൻ ടൈം. രാജയുടെ അകത്തുണ്ട്, പ്രാർത്ഥിക്കുകയാണെന്ന് തോന്നുന്നു. നമുക്കൊന്നും ഇല്ലേ? അതിന് നിന്റെ ബർത്ത്ഡേ അല്ല. അല്ല, അച്ഛനെതിരെ ഉറങ്ങില്ലേ? ഇന്ന് അല്പം താമസിച്ചുറങ്ങാമെന്ന് കരുതി. പണിക്കരേട്ടുണ്ടല്ലോ. നാളെ അകത്തോട്ടില്ല. എന്താ പ്രസന്റേഷനുമായ രാജൻ രാത്രിയില്ലേ? നാളെയല്ലേ ബർത്ത്ഡേ? ഇത് ഞാൻ കഴിഞ്ഞ 5 വർഷങ്ങളായി കാണുന്നൊരു സത്യമാണ്. ഓഗസ്റ്റ് 12-ാം തീയതി ബർത്ത്ഡേ ആണെങ്കിൽ 11-ാം തീയതി രാത്രി 12 മണിക്ക് രാജൻ ഇവിടെ എത്തിയിരിക്കും. ഈ 12 മണിക്ക് തന്നെയാണ് രാജിയെ പ്രസവിച്ചതും രാജന്റെ അമ്മ മരിച്ചതും. 10-22 വർഷങ്ങളായെങ്കിലും ഇന്നും ഞാൻ അതെല്ലാം ഓർക്കുന്നു.